തലശ്ശേരി ജഗന്നാഥ അമ്പലത്തിൽ ഒരു മ്യൂസിയമുണ്ട്. അവിടെ വന്നാൽ കാണേണ്ട ഒരു മ്യൂസിയമാണ്. ഒരു മഹാകവീൻ്റെ ഫോട്ടോ, ശ്രീ നാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ, ഒരു മഹാകവീൻ്റെ 1922 മഹാകവീൻ്റെ ഓരോ എഴുതിയ കാര്യങ്ങളിലോ ഇതൊരു ഫോട്ടോയിലുണ്ട്. ഓരോ മഹാകവീൻ്റെ സച്ചിദാനന്ദ സ്വാമികൾ, വിവേകാനന്ദ സ്വാമി, വിദ്യാനന്ദ സ്വാമികൾ. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നോക്കണം, ബോധാനന്ദ സ്വാമികൾ ആര്, വാഗ്ഭടാനന്ദ സ്വാമികൾ ആര് എന്നും കൂടി ചിന്തിക്കേണ്ടിയായിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിടെ പ്രതിഷ്ഠ നടത്താൻ വരുന്ന 1908 പ്രതിഷ്ഠ നടത്താൻ വരുന്ന സന്ദർഭത്തിൽ അതിനെ എതിർക്കാൻ വന്ന ഒരു രണ്ട് മഹാത്മാക്കളായിരുന്നു. വിഗ്രഹാരാധന തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നവരായിരുന്നു. ഒന്ന് ബോധാനന്ദ സ്വാമികളും വാഗ്ഭടാനന്ദ സ്വാമികളും. അവർ രണ്ടും ഒരേ ലക്ഷ്യത്തോടു കൂടി വരികയും ഒരു സ്ഥലത്ത് വെച്ച് അവർ പാട്യംകാരനായിരിക്കുന്നതായിട്ടുള്ള വാഗ്ഭടാനന്ദ സ്വാമികൾ വരുമ്പോൾ ബോധാനന്ദ സ്വാമികൾ തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. ഇവരും വഴിയിൽ വെച്ച് ഒരുമിച്ച് കൂടുകയും ഒരുമിച്ച് ഒരേ ആശയത്തിന് വേണ്ടി എതിർക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുവിനെ സമീപിക്കുമ്പോൾ ഗുരു പറഞ്ഞു, ഈ ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഗുരു പറയുകയുണ്ടായി, ജനങ്ങൾ പാവങ്ങളാണ്, അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ബോധാനന്ദ സ്വാമികൾക്കും വാഗ്ഭടാനന്ദ സ്വാമികൾക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇരുവരും ശ്രീനാരായണ ഗുരുവിൻ്റെ പാദത്തിൽ സാഷ്ടാംഗം നമസ്കരിച്ച് രണ്ടുപേരും ശിഷ്യന്മാരായി തീരുകയാണ് ചെയ്തത്. അങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗുരു നടത്തിയിരിക്കുന്നതായിട്ടുള്ള കേരളം, കർണാടകം, തമിഴ്നാട് ഭാഗങ്ങളിൽ നടത്തിയിരിക്കുന്നതായിട്ടുള്ള 44 ക്ഷേത്ര പ്രതിഷ്ഠകളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, കേരളത്തിൽ കാണാൻ സാധിക്കും. 6 ക്ഷേത്രങ്ങൾ, കണ്ണാടി പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള 6 ക്ഷേത്രങ്ങൾ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തിയിരിക്കുന്നതായിട്ടുള്ള കണ്ണാടി ശ്രീനാരായണ ഗുരു 1927 മെയ് 31 ഓം ശാന്തി എന്നുള്ള കണ്ണാടി പ്രതിഷ്ഠിക്കുമ്പോൾ അതിന് മുന്നിൽ ശിവ പാർവതി ശക്തീശ്വര പ്രതിഷ്ഠ നടത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചതും ബോധാനന്ദ സ്വാമികൾക്കായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മുടെ ചരിത്രങ്ങൾ നീങ്ങി പോകുന്നത്.